നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ ഏറ്റവും നല്ല മുഹൂർത്തമുണ്ട്. നാളെ കല്യാണം നടത്താൻ മുഹൂർത്തം കുറിച്ചോട്ടെ. എന്താ അമ്മ ഇത്? എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല. എല്ലാം നിങ്ങളെല്ലാരും തീരുമാനിച്ചാ മതി. അയ്യോ കുഞ്ഞുണർന്നു. മീനാക്ഷി അവിടെ നിൽക്ക്, ഞാൻ എടുത്തോളാം. എന്ത് വേണം രാജലക്ഷ്മി അമ്മേ? എന്നാ പിന്നെ നാളെ തന്നെ കുറിച്ചോ ജോത്സരെ. ഞാൻ പ്രസവിച്ച എന്റെ മക്കളെക്കാൾ കൂടുതൽ പരിഗണനയും സ്നേഹവും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പ്രസവിക്കേണ്ട മകൾ തന്നെയായിരുന്നു നീ. ദൈവത്തിന് അന്ന് കണക്ക് തെറ്റിയതുകൊണ്ടായിരിക്കും പിന്നീട് നിന്നെ ദൈവം തന്നെ എന്നോട് കൂട്ടിച്ചേർത്തത്. ഈ അമ്മ പറയുന്നത് എന്നും നീ കേൾക്കൂ? കേൾക്കും. എന്നാൽ അമ്മ പറയുന്നു, എല്ലാം മറക്കാൻ കഴിവുള്ള എന്റെ മോൾ ജയരാമനെ വിവാഹം കഴിക്കണം. മോളെ, അതെ എന്താ കാശിട്. കാശോ? ആ, ബ്രോക്കർ ഫീസ്. ഞാനാണ് ഇതിന്റെ ബ്രോക്കർ. തന്നില്ലെങ്കിലേ കുത്തിന് പിടിച്ചാൽ എടുക്കെടുക്കെടുക്ക. പിന്നെ ഞാൻ അല്ല, നന്ദിനി ഇവിടെ പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. കല്യാണപ്പെണ്ണല്ലേ, സ്വന്തം കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കുമ്പോ കല്യാണപ്പെണ്ണ് നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഛേ, അതിന് നന്ദിനി നാണിക്കുന്ന എന്തിനാ? ജയരാമൻ ലംഘിച്ച കല്യാണ ഉടമ്പടി ഒന്ന് പുതുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലേ കൈമളേട്ടാ? അതെ, ഏതെങ്കിലും ഒരു ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് താലി കെട്ടുന്നു, അത്രയേ ഉള്ളൂ ചടങ്ങ്. ആ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും കല്യാണ സദ്യയൊക്കെ വേണം. ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് കല്യാണം? സദ്യയൊക്കെ നമുക്ക് ഏർപ്പാട് ചെയ്യാം. ആ, നോക്കിയോ ജോത്സരെ? തൊട്ടടുത്ത ദിവസം തന്നെ കല്യാണം നടത്തണമെന്നല്ലേ രാജലക്ഷ്മി അമ്മ പറയുന്നത്? ആ, ആർഭാടപൂർവ്വം നടത്തുന്ന കല്യാണമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെയാവും. നീട്ടിക്കൊണ്ടു പോവണ്ട. എന്നാ പിന്നെ നാളെ തന്നെ ആയാലോ? നാളെയാ ഏറ്റവും നല്ല ശുഭമുഹൂർത്തം. പിന്നെ നോക്കുമ്പോ കുറെ ദിവസം അത് നീണ്ടുപോകും. കൈമളേട്ടന്റെ അഭിപ്രായം എന്താ? എന്നോടല്ലല്ലോ രാജലക്ഷ്മി അഭിപ്രായം ചോദിക്കേണ്ടത്, ജയരാമനോടും നന്ദിനോടും അല്ലേ? അല്ലേ? ജയരാമൻ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാനമ്മേ, അമ്മ അങ്ങ് തീരുമാനിച്ചാ മതി. നന്ദിനി, നന്ദിനി! മിണ്ടാ പൂച്ച കല്ല ഉടയ്ക്കൊന്ന് കേട്ടിട്ടുണ്ട്. സൈലന്റ് ആയിട്ട് നടന്നിട്ട് അവൾ എല്ലാ കാര്യം നടത്തിയെടുത്തു. ഛേ, ആ നന്ദിനി, നാളെ ഏറ്റവും നല്ല മുഹൂർത്തമുണ്ട്. നാളെ കല്യാണം നടത്താൻ മുഹൂർത്തം കുറിച്ചോട്ടെ. എന്താ അമ്മ ഇത്? എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല. എല്ലാം നിങ്ങളെല്ലാരും തീരുമാനിച്ചാ മതി. അയ്യോ കുഞ്ഞുണർന്നു. മീനാക്ഷി അവിടെ നിൽക്ക്, ഞാൻ എടുത്തോളാം. എന്ത് വേണം രാജലക്ഷ്മി അമ്മേ? എന്നാ പിന്നെ നാളെ തന്നെ കുറിച്ചോ ജോത്സരെ. ആ, അതെ അമ്മേ, അച്ഛാ, കല്യാണത്തെക്കുറിച്ച് എനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട്. ആ, കല്യാണ ചെറുക്കൻ കല്യാണത്തെ കുറിച്ച് അഭിപ്രായം പറയണം. നീ പറയേ. മറ്റൊന്നുമല്ല, ഒരു മാലയിടയിൽ ചടങ്ങ് മാത്രമായിട്ട് ഈ കല്യാണത്തെ കാണണം. ഈ ചടങ്ങിന് നമ്മൾ കുടുംബക്കാർ മാത്രമല്ലാതെ മറ്റാരും വേണ്ടെന്ന എന്റെ ഒരു അഭിപ്രായം. നമ്മളല്ലേ ഉള്ളു ഏട്ടാ. കല്യാണം നാളെ ആയതുകൊണ്ട് വേറെ ആരെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല, ജയരാമന്റെ നന്ദിനിയുടെയും കല്യാണമാകുമ്പോ അതെങ്ങനെയും അലങ്കോലപ്പെടുത്താമെന്ന് നോക്കുന്ന കുറെ ശത്രുക്കളുണ്ട്. അതെ, അത് മുത്തശ്ശൻ പറയുന്നത് വളരെ ശരിയാ.
അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ വേണം ഈ കല്യാണം നടത്താൻ. അതിനെന്താ, ക്ഷേത്രത്തിൽ നമ്മൾ ഇന്നേ വിവരം അറിയിക്കുന്നു. നാളെ മുഹൂർത്ത സമയത്ത് അവിടെ എത്തുന്നു, താലി കെട്ടുന്നു, ആഹാരം കഴിക്കുന്നു, തിരിച്ചു പോരുന്നു. അല്ല, കല്യാണത്തിന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഏതെങ്കിലും ഹോട്ടൽ ഏർപ്പാട് ചെയ്യാം. അത് മതി. നാളെ രാവിലെ 10നും 10:30ക്കും ഇടയ്ക്ക് ശുഭമുഹൂർത്തം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അങ്ങനെ അവള് കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കണ്ട. ഇക്കാര്യം ഇന്ദ്രേച്ചി അറിയിച്ചാലോ? മോനെ കാർത്തി, എന്താ മുത്തശ്ശി? ഇന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. കുറെ കാര്യങ്ങൾ അടുപ്പിക്കണം. എന്ത് വേണമെന്ന് മുത്തശ്ശി പറഞ്ഞാ മതി. പറയാം. അല്ലല്ല, ഞാനിപ്പോ നാട്ടില്. ഉടനെ വരണം. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാൻ. എങ്ങനെ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഞാനേ തിരിച്ചു വിളിക്കാവേ. ഇതാര്? എന്റെ മോളോ? ഈശ്വര, എന്റെ മീനാക്ഷി മോള് വന്നല്ലോ. എന്റെ മോക്ക് ഞാനിപ്പോ എന്താ തരാ? അല്ലെങ്കിൽ തന്നെ എന്തിനാ ആദിത്യ മര്യാദയൊക്കെ? ഇതെന്റെ മീനാക്ഷി മോളല്ലേ? അവകാശം പറയാനും ആധാരം എഴുതി വാങ്ങാനൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. മറ്റൊരു കാര്യം പറയാന് ഈ സന്ധ്യ കഴിഞ്ഞ നേരത്തെ ഞങ്ങൾ വന്നത്. ഓ, നീ ഇപ്പോഴും ശത്രുപക്ഷത്ത് തന്നെയാണല്ലോ. മിത്രപക്ഷത്തേക്ക് വരേണ്ട സിറ്റുവേഷൻസ് ഒക്കെ ഒന്നൊന്നായി അമ്മായി തന്നെ ഇല്ലാതാക്കിയല്ലോ. ഓ, നീ എന്നെ അമ്മായിന്ന് വിളിച്ചല്ലോ. ഉള്ളിൽ വൈരാഗ്യം പുരട്ടി വെച്ചിട്ടുള്ള വിളിയാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖ. ആത്മാർത്ഥതയോടെ അങ്ങനെയൊക്കെ വിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയല്ലോ. നീ ശത്രുപക്ഷത്ത് തന്നെ നിന്നോ? അതങ്ങനെ തന്നെ ആവുന്നതാ എനിക്കും നിനക്കും നല്ലത്. പക്ഷെ ഇവള് എന്റെ മകളാ. ഇവളെ എനിക്ക് ഇങ്ങോട്ട് വേണം. അപ്പോ ആ കാര്യം വല്യമ്മ അറിഞ്ഞില്ലേ? വല്യമ്മയുടെ ഈ മകളുടെ കല്യാണം കഴിഞ്ഞു. ഒന്നല്ല, 2 പ്രാവശ്യം. 2 പ്രാവശ്യം എന്നെ കല്യാണം കഴിച്ചതേ ദേ ഇങ്ങേരാ. വല്യമ്മയുടെ ആകെയുള്ള ആങ്ങളയുടെ മകൻ കാർത്തിക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.